നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് വൈഷ്ണവ് ആർ. ഞാൻ STPY IT-യിലെ 1ാം വർഷ അധ്യാപക വിദ്യാർത്ഥിയാണ്. പരിസര പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രാദേശിക വ്ളോഗാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കാണുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കടൽത്തീര കോട്ടയായ ബേക്കൽ കോട്ട. ഈ കാണുന്ന കൂറ്റൻ കോട്ട വെറും കല്ലും മണ്ണുമല്ല, ഇത് 400 കൊല്ലത്തെ കഥ പറയുന്ന ഒരു പുസ്തകാ. ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു അത്ഭുത നിർമ്മിതി. ആദ്യത്തെ കവാടം കടന്നെത്തുന്നത് ശ്രീ മുഖ്യപ്രാണ ക്ഷേത്രത്തിലാണ്. കോട്ടയോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഞാനിന്ന് എൻ്റെ നാടിൻ്റെ 400 വർഷം പഴക്കമുള്ള ഒരു രഹസ്യം തേടി പോവുകയാണ്. പതിനേഴാം നൂറ്റാണ്ടിൽ ശിവപ്പ നായിക്ക പണികഴിപ്പിച്ച ബേക്കൽ കോട്ട പിന്നീട് ടിപ്പു സുൽത്താൻ കൈവശപ്പെടുത്തുകയും ടിപ്പുവിൻ്റെ കാലശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ നിയന്ത്രണത്തിലുമായിരുന്നു. കവാടം കടന്നെത്തുന്നത് അതിവിശാലമായ ഒരു സ്ഥലത്തേക്കാണ്. വെട്ടുകല്ല് പാകിയ നടപ്പാതകളും വിശാലമായ പൂന്തോട്ടങ്ങളും ഇവിടെ കാണാം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രതാപകാലത്താണ് കോട്ടയുടെ ആദ്യ രൂപം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കോലത്തിരി രാജാക്കന്മാരുടെ കാലത്താണ് കോട്ട നിർമ്മിക്കപ്പെട്ടത് എന്നൊരു അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട്. ഈ കോട്ടയുടെ മറ്റൊരു പ്രത്യേകതയാണ് കൊത്തളങ്ങൾ. കോട്ടയുടെ പ്രധാന നിർമ്മിതിയിൽ നിന്നും അല്പം തള്ളിയാണ് കൊത്തളങ്ങൾ ഉള്ളത്. ഇതിലെ പല ഹോളുകളും കടലിനോട് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് കോട്ടയ്ക്കകത്തെ കുതിരക്കുളം. ഇതിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന പടവുകളുണ്ട്. കോട്ടയിലെ ഒരു നിരീക്ഷണ ഗോപുരമാണിത്. ഈ നിർമ്മിതിയിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഗോപുരം. ഇതിനു മുകളിലായി പീരങ്കി ഹോളുകളും കാണാൻ സാധിക്കും. കുത്തനെ കയറിപ്പോകേണ്ടതാണ് ഈ സ്ഥലം. ആയുധങ്ങളും മറ്റും മുകളിലേക്ക് എത്തിക്കാൻ കൂടിയാണ് ഇങ്ങനെ ഒരു നിർമ്മിതി. കോട്ടയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഇവിടെ നിന്ന് എളുപ്പത്തിൽ കാണാം. കോട്ടയുടെ 3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മുൻഭാഗം മാത്രമാണ് കരയിലേക്കുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ പള്ളിക്കര ബീച്ച് കാണാം. അതിമനോഹരമായ ഒരു ബീച്ചാണ് കോട്ടയെ ചുറ്റിയിരിക്കുന്നത്. ബേക്കൽ കോട്ട പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചതാണ്. പിടിച്ചടക്കിയ ഓരോ ഭരണാധികാരികളും ഇത് പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നിർമ്മാണം നടന്ന കാലഘട്ടത്തിലെ വാസ്തുവിദ്യാ വൈഭവം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇനി പോകുന്നത് പള്ളിക്കര ബീച്ചിലേക്കാണ്.
കുട്ടികൾക്ക് കളിക്കാനുള്ള വിശാലമായ പാർക്കും വിശ്രമിക്കാൻ തണൽമരങ്ങളും ഇവിടെയുണ്ട്. കൂടാതെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ വേണ്ടി പെറ്റ് സ്റ്റേഷനുമുണ്ട്. സായാഹ്നവേളകൾ ആനന്ദകരമാക്കാൻ ധാരാളം ആളുകൾ വന്നുപോകുന്ന ഒരു സ്ഥലം തന്നെയാണിത്.